ഹലോ മച്ചന്മാരെ, നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഹരിദ്വാറിൽ നിന്ന് നമുക്ക് ഋഷികേശ് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ടെമ്പിളൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ടെമ്പിളുകളുണ്ട്. കുറേ ടെമ്പിളുകൾ ഈ കുന്നിൻ്റെ മേലാണ് ഭൂരിഭാഗം ടെമ്പിളുകളും. അതിനകത്തൊരു മാൻസാദേവി ഉണ്ട്, മായാദേവി ഉണ്ട്, അതുപോലെ ചണ്ഡി ദേവി ഉണ്ട്. അപ്പം അതുപോലെ കുറച്ച് ടെമ്പിളുകളുണ്ട്, കുറച്ചധികം ടെമ്പിളുകളുണ്ട് ഹരിദ്വാറിൽ. അപ്പം നമ്മളിപ്പം പോകുന്നത് ചണ്ഡി ദേവി എന്ന് പറയുന്ന ടെമ്പിളാണ്. നമ്മളിപ്പോൾ അവിടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ അവിടേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കേബിൾ കാർ സിസ്റ്റത്തിലാണ് മേലേക്ക് പോകേണ്ടത്. അത് ഈവൻ ഈ മാനസാദേവിയുടെ ടെമ്പിളിൽ പോകുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കേബിൾ കാറിൽ വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് വേഗം തന്നെ പോയി. ഇപ്പം ഞാൻ രാവിലെ ഒരു 7 മണിയായപ്പോൾ എണീറ്റു. 8 മണിയായപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യം ചണ്ഡി ദേവി ടെമ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയുന്നത്, കേബിൾ കാറിൽ കയറി അവിടെ പോവാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നേരെ ഋഷികേശ്. അതാണ് പരിപാടി. അധികം ദൂരമില്ല, എനിക്കൊന്നൊരു 4 കിലോമീറ്റർ 6 മിനിറ്റ് വണ്ടി ഓടിക്കാനുള്ള ദൂരമുള്ളൂ. 2.8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അധികം ദൂരമൊന്നുമില്ല. എല്ലാം എന്താ പറയുന്നത്, ടൗണിലേക്കൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം. 220 രൂപയാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്ന ചണ്ഡി ദേവി ടിക്കറ്റ്. ലൈൻ കയറി വരണം. ഇവിടെ മാനസാദേവിയുടെ ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ട്. മാനസാദേവിയുടെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതും കൂടെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകട്ടെ. അപ്പോൾ ഒറ്റ വരിയിൽ നിന്നാൽ മതി. ഒറ്റ അടിക്കുന്ന ടിക്കറ്റ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകുന്നുള്ളതുകൊണ്ട് ഇത് മാത്രം മതി. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകാം. ഈ ടിക്കറ്റ് എടുത്ത് അവിടെ കയറാം. ടിക്കറ്റ് കിട്ടിയിട്ടോ. ചണ്ഡി ദേവിക്ക് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 220. ചണ്ഡി ദേവിയും മനസാദേവിയും കൂടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 349 രൂപ. രണ്ടുകൂടെ ഒരുമിച്ച് എടുത്ത് പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിന് 2 വരിയിൽ നിൽക്കേണ്ട തന്നെയല്ല, പൈസയിലും ലാഭം ഉണ്ടാവും. അത് കാരണം ഇനി വരുന്ന നിങ്ങൾ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കൂടി എടുത്തു. അതിനുള്ളിൽ പെട്ടെന്ന് കയറി വന്നപ്പോൾ ചെവി അടഞ്ഞു കേട്ടോ. എൻ്റെ ഇവിടെ കുരങ്ങന്മാരെ സൂക്ഷിച്ചുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചാമുണ്ഡി ദേവി നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റേക്കാണ് പോകേണ്ടത്. ഇവിടെ പ്രസാദം മേടിക്കാൻ ഞാൻ പ്രസാദം മേടിച്ചില്ല. കുറേ കടകളുണ്ട് കേട്ടോ ഈ അമ്പലത്തിന് മുമ്പിലായിട്ട്. ചെരുപ്പൂരി അവിടെ വയ്ക്കണം. ഇതെന്തെങ്കിലും കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. എല്ലായിടത്തും പൊട്ടുകളുടെ കളിയാണ് കേട്ടോ. ആൾക്കാരെല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. കണ്ടോ, ഈ ഇതുകൾ കുറേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കുറേ ചെറു ടെമ്പിളുകളുണ്ട് കേട്ടോ. പല ജയ് മാ മന്ത്രി കാളിജി, പിന്നെ പല ആളുകളുടെ ഇതെന്ത് ബാബ കാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള പറയുന്നതിൽ തെറ്റുണ്ടാവും ചിലപ്പോൾ. കച്ചവടക്കാരുടെ ബഹളമാണ് കേട്ടോ ഇവിടെ. പക്ഷെ വലിയ വിലയൊന്നുമില്ല കേട്ടോ. 10 രൂപ 20 രൂപ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ പ്രസാദമൊക്കെ മേടിക്കുന്നത്. വലിയ വിലയുടെ ഒന്നുമല്ല, അത്യാവശ്യത്തിന് ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതുള്ളൂ. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചണ്ഡി ദേവിയുടെ അല്ലാതെ തന്നെ വേറെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടുന്നൊക്കെ നല്ല വ്യൂ കാണാം. ഇവിടുന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ചെറുകിട കച്ചവടക്കാർ ഭയങ്കര കാര്യമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. നല്ല ആംബിയൻസ് ആണ്. നമുക്ക് സ്പീഡിൽ നടക്കാം, കാരണം കേബിൾ കാർ കിട്ടിയിട്ട് വേണം പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് വേണ്ടിയിട്ട്. നടന്നു വരുന്ന ആൾക്കാർ എതിരെയാണ് വരാം കേട്ടോ. ഈ വഴിയുണ്ടോ, നമ്മൾ കേബിൾ കാറിലാണ് വന്നത്. അത് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തോട്ട് പോകണം. ഞാൻ വഴി ചോദിച്ചപ്പം പുള്ളി ആദ്യം എന്നോട് ഇതൊരെണ്ണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി
നേരെ താഴോട്ട് പോയിട്ട് കേബിൾ കാർ കയറി നമ്മുടെ ലാസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ ആ സ്ഥലത്തേക്ക് എത്തണം കേട്ടോ. അന്യായ വ്യൂ ആണ് കേട്ടോ ഇവിടെ നോക്കിയാൽ. ഇതേ സെയിം ഒരു ടൈപ്പുള്ള ഇത് തന്നെയാണ് മാനസ ദേവിയുടെ ടെമ്പിളും. ഇവിടെ നിന്ന് ഒരുമിച്ച് ടിക്കറ്റ് എടുത്തിട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കണ്ടിറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവാം. ചണ്ഡി ദേവിയുടെ മന്ദിരം വെച്ചിട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങി. ഇനി നേരെ വണ്ടി എടുത്തിട്ട് പോകണം. സമയമില്ല, അധികം വൈകുന്നതിന് മുമ്പ് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത നമ്മുടെ ഋഷികേശ് യാത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ഥലങ്ങൾ വരാനുണ്ട്. അപ്പം കൂടെ തന്നെ നിൽക്കുക, കൂടെ തന്നെ പോന്നാൽ നമുക്ക് ഒരുമിച്ച് ലോകം കാണാം. ബൈ.